പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പറയുന്നത് 2025 മാർച്ച് മാസം 29 സംഭവിക്കുന്ന മഹാശനിമാറ്റം മീനക്കൂറുകാർക്ക് എപ്രകാരമാണെന്ന് പറയുന്നത്. പുരുട്ടാതി അവസാന കാൽഭാഗവും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന 2.25 നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ശനി 2025 മാർച്ച് മാസം 29 കുംഭം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് സംക്രമിക്കുന്നത്. മീനം രാശിയിൽ പ്രവേശിക്കുന്ന ശനി 2028 ഫെബ്രുവരി മാസം 22 വരെ മീനം രാശിയിൽ തുടരും. എന്നാൽ ഇതിനിടയ്ക്ക് 2027 ഏകദേശം 4.5 മാസക്കാലം ജൂൺ മാസം 2 2027 ശനി അതിചാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള മേടം രാശിയിൽ പ്രവേശിക്കുകയും മേടം രാശിയിൽ നിന്ന് തിരികെ 2027 ഒക്ടോബർ മാസം 31 മീനം രാശിയിൽ പ്രവേശിക്കുകയും ചെയ്യും. ഏകദേശം 4.5 മാസക്കാലമാണ് ശനി അതിചാരം സംഭവിച്ച് അടുത്ത രാശിയായിട്ടുള്ള മേടത്തിലേക്ക് പോകുന്നത്. ശനി മാറ്റത്തിന് ശേഷം ഏകദേശം 2 മാസങ്ങൾക്കുള്ളിൽ തന്നെ രാഹുകേതുക്കളുടെ മാറ്റവും അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റവും വരുന്നു. രാഹു 2025 മാർച്ച് മാസം 20 മീനത്തിൽ നിന്ന് കുംഭത്തിലേക്ക് മാറുന്നു. അതുപോലെ തന്നെ കേതു കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്ക് മാറുന്നു. 2026 ഡിസംബർ മാസത്തിൽ രാഹു കുംഭത്തിൽ നിന്ന് മകരത്തിലേക്കും കേതു ചിങ്ങത്തിൽ നിന്ന് കർക്കിടകത്തിലേക്കും പ്രവേശിക്കുന്നു. ശനിമാറ്റത്തിന് പിന്നാലെ തന്നെ വ്യാഴത്തിൻ്റെ മാറ്റം വരുന്നു എന്നുള്ളതല്ലാതെ മറ്റു ചില പ്രത്യേകതകളും കൂടെ വ്യാഴമാറ്റത്തിനുണ്ട്. വ്യാഴം ഇപ്പോൾ നിൽക്കുന്ന ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിലേക്ക് മെയ് മാസം 14 പ്രവേശിക്കുന്നു. എന്നാൽ പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഒരു വർഷം ഒരു രാശിയിൽ നിൽക്കേണ്ട വ്യാഴം ആ രാശിയിൽ നിന്ന് വക്രഗതിയിൽ ഈ വർഷം ഒക്ടോബർ മാസത്തിൽ തന്നെ വക്രഗതിയിൽ അടുത്ത രാശിയായിട്ടുള്ള മിഥുനം രാശിയിൽ നിന്ന് അത് അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുന്നു. ഇങ്ങനെ എല്ലാ വർഷവും വ്യാഴത്തിൻ്റെ തുടർച്ചയായിട്ട് അതിചാരവും വക്രവും ഇനിയുള്ള വർഷങ്ങൾ വരുന്നു ഈ ശനിമാറ്റ കാലത്തിനുള്ളിൽ തന്നെ. അപ്പോൾ അത് ശനിമാറ്റത്തിൻ്റെ ഫലങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നു. അതുപോലെ രാഹുകേതുക്കളുടെ രാശിമാറ്റവും വളരെയധികം സ്വാധീനിക്കുന്നു. വ്യാഴം ഇടവത്തിലും മിഥുനത്തിലും കർക്കിടകത്തിലും ചിങ്ങത്തിലും കന്നിയിലും ഈ വർഷം മുതൽക്ക് സഞ്ചരിക്കുന്നു ഈ ശനിമാറ്റം അവസാനിക്കുന്നതുവരെ. അപ്പോൾ വ്യാഴത്തിൻ്റെ രാശിമാറ്റം എല്ലാ രാശിയിലും ഒരു 5 മാസത്തിന് ശേഷം ഏകദേശം 5 മാസത്തിന് ശേഷം അതിചാരം സംഭവം അടുത്ത രാശിയിൽ പോകും. അവിടുന്ന് ഒരു 2 മാസത്തിന് ശേഷം വക്രഗതിയിൽ തിരിച്ച് പൂർവ്വരാശിയിലേക്ക് വരും. അങ്ങനെ ഒരു രീതി ഈ 2028 വരെ തുടരുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ ഈ രാശിക്കാർക്ക് മീനൻ രാശിക്കാർക്ക് എങ്ങനെയാണ് ഈ ശനിമാറ്റ ഫലങ്ങളെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. മീനം രാശിക്കാരെ പറ്റി പറയുമ്പോൾ ഏഴശനിയുടെ ആദ്യ പാദം അവസാനിക്കാൻ പോവുകയാണ്. 2025 മാർച്ച് മാസം 29 ഏഴശനിയുടെ ആദ്യ പാദം അവസാനിച്ച് ഏഴശനിയുടെ 2ാം പാദം ജന്മശനി ആരംഭിക്കുന്നു എന്നുള്ളത് ഇവരെ സംബന്ധിച്ചൊരു നല്ല വാർത്തയല്ല. ഇവർക്ക് ഏഴശനിയുടെ ആദ്യ പാദം 2.5 വർഷം അത്ര വലിയ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞൊരു വർഷമായിരുന്നില്ല. എങ്കിലും വ്യാഴം 3ലേക്ക് പ്രവേശിച്ച 2024 കുറച്ച് മാസങ്ങൾ ഇവർക്ക് കുറച്ച് ബുദ്ധിമുട്ടേറിയതായിരുന്നു. അതിന് കാരണം 3ലെ വ്യാഴവും ഏഴശനി ഒത്തുവന്നുകൊണ്ട് അങ്ങനെ ദോഷം വന്നു. എങ്കിലും പൊതുവിൽ ഇവർക്ക് ഏഴശനിയുടെ ആദ്യ പാദം മാനേജബിൾ തന്നെയായിരുന്നു മീനക്കൂറുകാരെ സംബന്ധിച്ചിട്ട്. എന്നാൽ ഏഴശനിയുടെ മധ്യഭാഗം ആരംഭിക്കുമ്പോൾ മാർച്ച് മാസം അവസാനം മുതൽക്ക് 2026 ജൂൺ വരെയുള്ള സമയം ഇവർക്ക് അത്ര അനുകൂലമായിട്ട് കാണുന്നില്ല. അതിൻ്റെ കാരണം ഏഴശനിയുടെ മധ്യഭാഗം അത്ര നല്ല ഫലങ്ങളല്ല, അല്പം സമ്മർദ്ദമേറിയ സമയമായിരിക്കും ഏഴശനിയുടെ മധ്യഭാഗം. അന്യദേശവാസം, വിരഹം, അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട്, തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ വ്യക്തിബന്ധങ്ങൾക്കും അതുപോലെ തന്നെ ഇവരുടെ ഹെൽത്തും റിലേഷൻഷിപ്പും ആരോഗ്യവും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് ഇവരുടെ ഇൻലോസൊക്കെ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബന്ധുക്കളൊക്കെ ആയിട്ടുള്ള ബന്ധങ്ങൾക്ക് കോട്ടം തട്ടാനുള്ള സാധ്യതകളുണ്ട്. കുടുംബത്തിൽ പ്രശ്നങ്ങൾ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളൊക്കെ ഇവർക്ക് ആദ്യ ഒരു വർഷം കുറച്ച് മാസങ്ങളുണ്ട്. ഇവരുടെ തൊഴിൽ മേഖല അപ്പോൾ ഈ ജന്മശനി സമയത്ത് തൊഴിൽ മേഖല ഒരു ആപ്പാടെ എന്താ പറയുക ഒരു കുത്തഴിഞ്ഞ രീതിയിലുള്ളൊരു പ്രവർത്തനമായിരിക്കും. മൊത്തത്തിൽ നമുക്ക് മാനേജ് ചെയ്യാൻ ആപ്പാടെ മെസ്സായി കിടക്കുന്ന അവസ്ഥ എന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും തൊഴിൽ മേഖലയിലേക്ക് ഉണ്ടാകാൻ സാധ്യത. ഇവരുടെ സാമ്പത്തിക രംഗത്തിന് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. അതായത് നമുക്ക് വളരെ വലിയ രീതിയിലുള്ളൊരു എക്സ്പെൻസുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ അനാവശ്യമായിട്ടുള്ള ആർഭാട ചിലവുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് ഇവർ വളരെയധികം സാമ്പത്തിക രംഗത്ത് ഒരു അച്ചടക്കം പാലിക്കേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഘട്ടം കടന്നു പോകുന്നതിന് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള രംഗം കൂടി നമുക്ക് നല്ലതാണെങ്കിൽ മാത്രമേ നമുക്ക് സുഖകരമായിട്ട് ഈ ഒരു സ്ഥിതി ഒന്ന് അതിജീവിക്കാൻ വേണ്ടി കഴിയുള്ളൂ. സാമ്പത്തികമായിട്ട് വളരെയധികം അച്ചടക്കം ഈ രാശിക്കാർ നിർബന്ധമായും കാണിക്കണം എന്നുള്ളത് വളരെ പ്രാധാന്യമർഹിക്കുന്നു.
അതുപോലെ തന്നെ എന്തെങ്കിലും തരത്തിലുള്ള വീട്ടിൽ എന്തെങ്കിലും ശുഭകാര്യങ്ങളോ അല്ല മാരേജോ എൻഗേജ്മെൻറ്റ്സോ ഹൗസ് വാമിങ്ങോ നടത്തുന്നതിന് ഒട്ടും അനുയോജ്യമായൊരു സമയമല്ല ഈ ജന്മശനി സമയമെന്ന് മനസ്സിലാക്കിയിരിക്കണം. പ്രത്യേകിച്ച് ഏഴരശനി, അതിൽ തന്നെ ജന്മശനി ഒട്ടും അനുകൂലമായൊരു സമയമല്ല. നമുക്കതൊരു നല്ല രീതിയിൽ അതിൻ്റെ പരിണിത ഫലങ്ങൾ നന്നായിരിക്കില്ല. നമുക്കൊരു മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടിട്ട് അത് പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് നല്ലത്. ജൂൺ 2026 വരെ അത്തരം ഫംഗ്ഷനുകളൊക്കെ വീട്ടിൽ നടത്തുന്നത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തുക. നമ്മുടെ സംസാരവും അതുപോലെ തന്നെ എല്ലാ പ്രവൃത്തികളും ഒന്നിനോട്ട് ആലോചിച്ചതിന് ശേഷം മാത്രം ചെയ്യാൻ വേണ്ടി ജന്മശനി നിൽക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് 2026 വരെ 26 ജൂൺ വരെ പ്രത്യേകം മീനക്കൂറുകാർ ശ്രദ്ധിക്കുക. അതുപോലെ വാഹന ഉപയോഗത്തിലും അസമയത്തുള്ള യാത്രയിലുമൊക്കെ വളരെയധികം ജാഗ്രത പാലിക്കുക. തൊഴിൽ മേഖലയിലൊരു ഡിപ്ലോമാറ്റിക്കായൊരു നിലപാട്, അതായത് ഒരു നയപരമായ ഒരു നിലപാടായിരിക്കും കൂടുതൽ നല്ലത്. നമ്മുടെ മറ്റു മേഖലകളിലൊക്കെ സമ്മർദ്ദം വരുമ്പോൾ പൊതുവിൽ നമുക്കതൊരു ടെമ്പർ കൂടിയിരിക്കാനുള്ളൊരു പ്രവണത ഉണ്ടാവും. നമുക്ക് മറ്റുള്ളവരുടെ ദേഷ്യപ്പെടാനും അങ്ങനെയൊക്കെയുള്ളൊരു സാധ്യതകളൊക്കെ ഉണ്ട്. നമ്മൾ പൊതുവിൽ മെഡിറ്റേഷൻ, യോഗ തുടങ്ങിയിട്ടുള്ള ക്രമീകരണങ്ങളിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ സ്വസ്ഥത നിലനിർത്തി മുമ്പോട്ട് പോകേണ്ടതാണ്. എന്നാൽ 2026 ജൂൺ മാസം മുതൽക്ക് 2027 ജൂൺ വരെ വ്യാഴം 5-ാം ഭാവത്തിൽ സഞ്ചരിക്കുകയും 5-ാം ഭാവത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ലഗ്നത്തെ വീക്ഷിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് കാര്യമായിട്ടുള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി, അതുപോലെ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ മാറി, സാമ്പത്തിക രംഗത്ത് ഉണർവ്, അതുപോലെ തൊഴിലിൽ അനുകൂല സാഹചര്യം ഉണ്ടായി വരുന്നത് 2026 ജൂൺ മാസം മുതൽക്ക് വ്യാഴത്തിൻ്റെ 5-ലേക്കുള്ള മാറ്റം മുതൽക്ക് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ജന്മശനിയുടെ എഫക്റ്റുകൾ വളരെയധികം കുറഞ്ഞിരിക്കുന്ന ഒരു സമയമാണത്. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് എന്തെങ്കിലും തൊഴിൽപരമായ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ജോലി മാറുന്ന കാര്യമോ അല്ലെങ്കിൽ എന്താ പറയുക വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന കാര്യമോ അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന കാര്യത്തിനൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജന്മശനിയുടെ ആ ഒരു സമയത്ത്, അതായത് വ്യാഴം 5-ൽ സഞ്ചരിക്കുന്ന കാലത്ത് ഈ കാര്യങ്ങളൊക്കെ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഏറ്റവും അവസാനത്തെ 6 മാസങ്ങൾ ഈ ശനിമാറ്റത്തിന് 2027 ഓഗസ്റ്റ് മുതൽക്ക് ഫെബ്രുവരി മാസം വരെയുള്ള സമയം ഒരു ശരാശരി സമയമായിരിക്കും. അതായത് വ്യാഴം 6-ാം ഭാവത്തിലേക്ക് ഋണരോഗ ശത്രുസ്ഥാനത്തേക്ക് പ്രവേശിക്കുമെങ്കിൽ കൂടിയിട്ട് അത്ര കാര്യമായിട്ടുള്ളൊരു നല്ല സമയമല്ല, അത്ര മോശം സമയമല്ല. അങ്ങനെ ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും ആ സമയം കടന്നു പോകുന്നത്. ഇവരുടെ ഒരു അപ്പോൾ ഉള്ള നിലവിലുള്ളൊരവസ്ഥ ഒരു നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് തീർച്ചയായിട്ടും അവർക്ക് കഴിയും. അപ്പോൾ ഞാൻ ലഘുവായി ഒന്നുകൂടി പറയാം. ഈ ശനിയുടെ മാറ്റം ആരംഭിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് അല്പം സമ്മർദ്ദമേറിയ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജന്മശനിയിലേക്ക്. ഈ ജന്മശനി കാലം അല്പം ബുദ്ധിമുട്ടേറിയതായിരിക്കും. വ്യാഴത്തിൻ്റെ കേന്ദ്രത്തിലെ സ്ഥിതിയും കൂടി ആയതുകൊണ്ട് അല്പം ചെറിയ കുറവെങ്കിലും അത്ര അനുകൂലമായ സ്ഥിതിയല്ല കേന്ദ്രരാശിയിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി. അപ്പോൾ ഇവർക്ക് കുറച്ച് സമ്മർദ്ദമേറിയ ഒരു ഘട്ടമാണ് വരുന്നത്. തൊഴിലിലും ബന്ധങ്ങളിലും ആരോഗ്യത്തിലും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെയധികം സമ്മർദ്ദമേറിയിട്ടുള്ളൊരു ഘട്ടമായിരിക്കാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. അപ്പോൾ ഒന്ന് സാമ്പത്തികമായിട്ടുള്ള അച്ചടക്കം പാലിച്ച് ധനപരമായിട്ട് അല്പം ചിലവ് വളരെയധികം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക. ഈ ഒരു ധനപരമായിട്ട് ബുദ്ധിമുട്ട് കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി പോകും. അങ്ങനെ 2026 ജൂൺ വരെ അങ്ങനെ ഒരു നിലപാടെടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് എന്താ പറയുക, ഈ വ്യാഴത്തിൻ്റെ 5-ാം രാശിയിലേക്കുള്ള മാറ്റത്തോടെ തൊഴിലിലും ഒക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഈ രാശിക്കാർ കണ്ടു തുടങ്ങും. 2026 ജൂൺ മുതൽ 27 ജൂൺ വരെയുള്ള ഒരു വർഷം വളരെ അനുകൂലമായ ഒരു വർഷമാണ്. വ്യാഴത്തിൻ്റെ ഭാഗ്യസ്ഥാനത്ത് 5-ാം ഭാവത്തിലെ സ്ഥിതി അത് ജന്മരാശിയിലേക്ക് വീക്ഷിക്കും, അതുപോലെ തന്നെ ലാഭസ്ഥാനത്തേക്ക് വീക്ഷിക്കും, അതുപോലെ ഭാഗ്യസ്ഥാനത്തേക്കും വീക്ഷിക്കും. നല്ല രീതിയിലുള്ള ഇവരുടെ തൊഴിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മാറി അനുകൂല സാഹചര്യം ഉണ്ടായി വരുന്നതൊക്കെ മനസ്സിലാവും. അങ്ങനെയാണ് 26 ജൂലൈ വരെയുള്ള സമയം. അതിനുശേഷം 27 ജൂലൈ വരെ, 27 ജൂലൈക്ക് ശേഷം വ്യാഴം ഇവരുടെ 6-ാം ഭാവത്തിലേക്ക് പോകുമ്പോൾ അത് ഗുണദോഷ സമ്മിശ്രമായ ഒരു ഫലമാണ്. ഏഴരശനിയുടെ ജന്മശനി അവസാനിക്കുന്ന ഫെബ്രുവരി മാസം 28 വരെ ഗുണദോഷ സമ്മിശ്രമായൊരു സമയമാണ്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം പ്രതികൂലവും, ഒരു വർഷം കുറച്ച് മാസങ്ങൾ പ്രതികൂലവും, രണ്ടാമത്തെ മധ്യഭാഗത്തെ വർഷം അനുകൂലവും, അവസാനത്തെ 6 മാസങ്ങൾ ശരാശരിയുമായിട്ട് ആണ് ഇവർക്ക് ഈ ശനിമാറ്റം സംഭവിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം പരമാവധി ശ്രദ്ധയോടെ മുമ്പോട്ട് പോവുക, രണ്ടാമത്തെ വർഷം കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനും സെറ്റിൽ ചെയ്യുന്നതിനൊക്കെ ഒന്ന് ശ്രമിക്കുക. ഇവരുടെ ഈ ദോഷഫലങ്ങളൊക്കെ കുറയുന്നതിന് വേണ്ടി ശിവപ്രീതി വരുത്തുക, അതുപോലെ തന്നെ
ശാസ്താപ്രീതി വരുത്തുക. ശാസ്താക്ഷേത്രങ്ങൾ ദർശിച്ച് യഥാശക്തി വഴിപാടുകൾ ശനിയാഴ്ചകൾ ചെയ്യുക പോലെ ശിവക്ഷേത്രങ്ങൾ ദർശിച്ച് ശനിയാഴ്ചകൾ യഥാശക്തി വഴിപാടുകൾ ചെയ്യുക. ശിവന് ധാര, പിൻവിളക്ക്, കോളമാല എന്നിവയും ശാസ്താവിന് നീരാഞ്ജനം, നെയ്വിളക്ക് എന്നിവയും നടത്തിപ്പോരുക. ഹനുമാൻ ചാലിസ ചൊല്ലുന്നതും ശ്രവിക്കുന്നതും നല്ലതാണ്. അതുപോലെ തന്നെ ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുകയോ ശ്രവിക്കുകയോ ചെയ്യുക. ഇവരുടെ പൂർവികരോട് ആൻസസ്റ്റേഴ്സിനോട് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവർക്ക് വേണ്ട യഥാവിധി ഓരോ ദേശങ്ങളിൽ എങ്ങനെയാണോ അതുപോലെ യഥാവിധി പ്രാർത്ഥനകളും അവരുടെ ആചാരക്രമങ്ങളനുസരിച്ചുള്ള അവരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങളൊക്കെ ചെയ്യുക. ദാഹം വയ്ക്കുക തുടങ്ങിയ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇവർക്ക് പിതൃശാപഹരം ശീഘ്രം. അപ്പോൾ പിതൃക്കളുടെ ശാപവും അനുഗ്രഹമൊക്കെ പെട്ടെന്ന് നമ്മൾ പ്രതിഫലിക്കും. ഈ ഒരു സമയദോഷമുള്ള സമയത്ത് അങ്ങനെയുള്ള പ്രീതി വരുന്നത് വളരെ നല്ലതാണ്. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ പാഴാക്കാതെ അതൊക്കെ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക. ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ മീനക്കൂറുകാർക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും പ്രാർത്ഥനകളും നിങ്ങളുടെ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകാനുള്ള ധൈര്യവും ആത്മധൈര്യവും ഈശ്വരൻ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.